നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം നടുക്കത്തോടെ കേൾക്കുന്ന ഒരു വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. യുഎസിലേക്ക് ജൈവരോഗകാരിയായ വസ്തു കടത്തിയതിന് ഒരു ചൈനീസ് സ്ത്രീയും കാമുകനും കേസിൽപ്പെട്ടിരിക്കുന്ന വാർത്ത. ഗവേഷണമെന്ന പേരിൽ അമേരിക്കയിലേക്ക് അപകടകരമായ ഒരു ജൈവ രോഗകാരിയെ ഇവർ കടത്തി. 2 ചൈനീസ് പൗരന്മാർക്കെതിരെ അമേരിക്ക കുറ്റം ചുമത്തി. റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം കാർഷിക ഭീകരവാദ ആയുധമായി ഈ രോഗകാരി ഉപയോഗിക്കാനുള്ള സാധ്യതകളേറെയാണ്. അപകടകാരികളായ രോഗാണുക്കളെ യുഎസിലേക്ക് കടത്തിയ സംഭവത്തിൽ ചൈനീസ് പൗരന്മാരായ 2 പേർക്കെതിരെയാണ് യുഎസ് നീതിന്യായ വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. യുൻക്യുങ് ജിയാൻ എന്ന 33-കാരിയും സുഹൃത്തായ സുൻയോങ് ലിയു എന്ന 34-കാരനും. ഇവർക്കെതിരെ ഗൂഢാലോചന, തെറ്റായ വിവരങ്ങൾ നൽകൽ, വിസ തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫ്യുസേറിയം ഗ്രാമനീറം എന്ന ഫംഗസ് യുഎസിലേക്ക് കടത്തി എന്ന പരാതിയെ തുടർന്നാണ് FBI ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. ഗോതമ്പ്, ബാർലി, ചോളം, അരി എന്നിവയെ ബാധിക്കുന്ന ഹെഡ് ബ്ലൈറ്റ് എന്ന ഫംഗസ് ഉണ്ടാക്കുന്ന രോഗാണു കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഈ രോഗകാരിയെ ജൈവായുധമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് അധികൃതർ കരുതുന്നു. വിളകൾ നശിപ്പിക്കുന്ന ഫ്യൂസേറിയം ഗ്രാമിനാറം എന്ന ഫംഗസ് ഗവേഷണ ആവശ്യങ്ങൾക്കായി മിഷിഗൺ സർവകലാശാലയിലെ ഒരു ലാബിലേക്ക് നിയമവിരുദ്ധമായി അവർ കടത്തുകയായിരുന്നു. കോടിക്കണക്കിന് ഡോളറിന്റെ വിളനാശം വരുത്താൻ കഴിവുള്ള ഒരു കാർഷിക ഭീകരവാദ ഏജന്റായി ശാസ്ത്രീയ ഗവേഷണത്തിൽ ഫംഗസിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വിളകളിൽ ഹെഡ് ബ്ലൈറ്റ് ഉണ്ടാക്കാൻ ഈ ഫംഗസിന് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടത്തിന് ഇത് വഴി തെളിക്കും. ഫ്യൂസേറിയം ഗ്രാമിനാറത്തിന്റെ വിഷവസ്തുക്കൾ മനുഷ്യരിലും കന്നുകാലികളിലുമൊക്കെ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഛർദി, കരൾ തകരാറ്, പ്രത്യുൽപാദന വൈകല്യങ്ങൾ എന്നിവയ്ക്ക് ഇവ കാരണമാകുന്നു. 2024 ജൂലൈയിൽ തന്റെ കാമുകി യുൻക്യുങ് ജിയാനെ സന്ദർശിക്കുന്നതിനിടയിലാണ് ഈ വൈറസ് അമേരിക്കയിലേക്ക് കടത്തിയത്. തന്റെ കാമുകി ജോലി ചെയ്തിരുന്ന മിഷിഗൺ സർവകലാശാലയിലെ ഒരു ലബോറട്ടറിയിൽ ഗവേഷണം നടത്താൻ താൻ രോഗകാരിയെ അമേരിക്കയിലേക്ക് കടത്തിയതായി ലിയു സമ്മതിച്ചു. ഇരുവരും തമ്മിലുള്ള ഇലക്ട്രോണിക്സ് ആശയവിനിമയങ്ങൾ ഇപ്പോൾ FBI ശേഖരിച്ചിട്ടുണ്ട്. ഗൂഢാലോചന, അമേരിക്കയിലേക്ക് സാധനങ്ങൾ കടത്തൽ, തെറ്റായ പ്രസ്താവന തുടങ്ങിയ കുറ്റങ്ങൾ അതുകൊണ്ട് തന്നെ അവർക്കുമേൽ ചുമത്തി. ചൈനയിലെ ഈ രോഗകാരിയെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ജിയാന് ചൈനീസ് സർക്കാരിന്റെ ധനസഹായവും ലഭിച്ചിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അവരെ ബന്ധിപ്പിക്കുന്ന നിരവധി വിവരങ്ങളും അവരുടെ ഇലക്ട്രോണിക്സിൽ അടങ്ങിയിരിക്കുന്നു. FBI ഡെട്രോയിറ്റ് ഫീൽഡ് ഓഫീസിന്റെ ചുമതലയുള്ള ഗിബ്സൺ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വിശദീകരിച്ചു. ഈ ജോഡിയുടെ പ്രവർത്തനങ്ങൾ പൊതുസുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശ്വസ്ത അംഗം ഉൾപ്പെടെ ഈ ഗാംഗുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളെക്കുറിച്ച് സംശയങ്ങളുണ്ട് എന്ന് അമേരിക്ക പറയുന്നു. ആരോപണ വിധേയമായ പ്രവൃത്തികൾ ഏറ്റവും ഗുരുതരമായ ദേശീയ സുരക്ഷാ ആശങ്ക സൃഷ്ടിക്കുന്നു. ഒരു കാർഷിക ഭീകരവാദ ആയുധം എന്ന നിലയ്ക്കാണ് അമേരിക്ക ഈ സംഭവത്തെ ഇപ്പോൾ കാണുന്നത്. ഒരു ഫംഗസ് അമേരിക്കയുടെ ഹൃദയഭൂമിയിലേക്ക് കടത്തിയതിന് 2 അന്യഗ്രഹ ജീവികൾക്കെതിരെ കുറ്റം ചുമത്തി എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കയുടെ തന്നെ മിഷിഗൺ സർവകലാശാലയുടെ ലബോറട്ടറി ഉപയോഗിച്ച് അവരുടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളും അവർ നടത്തി. US അറ്റോർണി ജെറോം F. ഗോർഗൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അമേരിക്കൻ സ്ഥാപനങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള പദ്ധതിയാണ് ചൈന തയ്യാറാക്കിയത്. യുഎസിലെ ഭക്ഷ്യവിതരണം ലക്ഷ്യമിടാനും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയും ഗവേഷകരെയും ഒക്കെ വിന്യസിക്കാനും അവർ നീക്കം നടത്തി. ഇതൊരു ഗൗരവമേറിയ ഓർമ്മപ്പെടുത്തലെന്നാണ് FBI ഡയറക്ടർ കാഷ് പട്ടേൽ സംഭവത്തെക്കുറിച്ച് പറയുന്നത്. കാഷ് പട്ടേൽ ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രതയാണ് പുലർത്തുന്നത്. FBI ഡയറക്ടർ കാഷ് പട്ടേൽ ഇത് സംബന്ധിച്ച വിശദമായ ഒരു എക്സ് പോസ്റ്റും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ട്രംപ് ഭരണകൂടം യുഎസിലെ ചൈനീസ് വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും വിസ റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയായിരുന്നു ഇത്തരം നീക്കങ്ങൾ. യുഎസും ചൈനയും തമ്മിലുള്ള ബന്ധം അനുദിനം വഷളാകുന്ന സാഹചര്യത്തിൽ ഈ നീക്കത്തെ US അതീവ ഗൗരവത്തോടെ കാണുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരോ നിർണായക മേഖലകളിൽ പഠിക്കുന്നവരോ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികളെ ഇത് ബാധിക്കുമെന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അഭിപ്രായപ്പെട്ടത്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നുമുള്ള ഭാവിയിലെ എല്ലാ വിസ അപേക്ഷകളെയും ഞങ്ങളിനി സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ, ജീവജാലങ്ങൾക്ക് രോഗമോ ദോഷമോ ഉണ്ടാക്കാൻ കഴിയുന്ന സൂക്ഷ്മാണുക്കളാണ് ജൈവ രോഗകാരികൾ. ഗോതമ്പ്, ബാർലി, ഓട്സ്, ചോളം തുടങ്ങിയ ധാന്യവിളകളെ ബാധിക്കുന്ന ഒരു ദോഷകരമായ ഫംഗസാണ് ഫ്യുസാറിയം ഗ്രാമിനാറം.
ഈ അസുഖത്തെ ഫ്യൂസാരിയം ഹെഡ് ബ്ലൈറ്റ് അഥവാ സ്കാബ് എന്നറിയപ്പെടുന്നു. ധാന്യങ്ങളുടെ ഗുണനിലവാരം നശിപ്പിക്കാൻ ഈ സാഹചര്യം ഇടവരുത്തും. ഈ ഫംഗസ് നിരവധി വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. ഇത് ധാന്യങ്ങളെ തകരാറിലാക്കും. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഒരു പ്രധാന ഭീഷണിയായി ഫ്യൂസേറിയം ഗ്രാമിനാറത്തെ കാണുന്നു. വിളകളെ നശിപ്പിക്കുക മാത്രമല്ല, ഭക്ഷ്യസ്രോതസ്സുകളെ ഇവൻ മലിനമാക്കും. കാർഷിക ഭീകരത ഇപ്പോൾ ലോകത്തിൽ പടരുന്നതിനിടയിലാണ് ചൈനയുടെ ഇത്തരം നീക്കങ്ങൾ എന്നത് ശ്രദ്ധേയമാണ്. വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുക എന്ന ഉദ്ദേശത്തോടെ സസ്യജന്തുജാലങ്ങളിലെ രോഗങ്ങൾ, കീടങ്ങൾ, മറ്റ് ദോഷകരമായ ജൈവ ഘടകങ്ങൾ എന്നിവ കാർഷിക സംവിധാനങ്ങളിലേക്ക് ബോധപൂർവം കടത്തിവിടുന്നതിനെ ആഗ്രോ ടെററിസം എന്ന് വിശേഷിപ്പിക്കുന്നു. സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുക, പരിഭ്രാന്തി സൃഷ്ടിക്കുക, സർക്കാർ സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം തകർക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ഭക്ഷ്യവിതരണ ശൃംഖലയെ വിളകൾ, കന്നുകാലികൾ അഥവാ ഭക്ഷ്യ സംസ്കരണ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയൊക്കെ ലക്ഷ്യമിടുന്ന ആഗ്രോ ടെററിസം. വയലുകൾ, കളപ്പുരകൾ, സംസ്കരണ പ്ലാന്റുകൾ എന്നിവയൊക്കെ പലപ്പോഴും തുറന്നുകിടക്കുന്ന അവസ്ഥയിലാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും. ഇത് വ്യാപകമായി വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അവയെ പൂർണ്ണമായും സംരക്ഷിക്കുക ബുദ്ധിമുട്ടാണ്. ബാക്ടീരിയ, വൈറസുകൾ അഥവാ ഫംഗസ് പോലുള്ള ദോഷകരമായ ഏജന്റുകളെ ഈ സംവിധാനങ്ങളിലേക്ക് കടത്തിവിടാൻ കഴിയും. ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ പോലും ഇവ ശ്രദ്ധയിൽപ്പെടില്ല. ഒരു രോഗകാരി പടർന്നു കഴിഞ്ഞാൽ അത് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും. കാർഷിക ഭീകരതയുടെ അറിയപ്പെടുന്ന ഒരു എപ്പിസോഡ് 1984 ഒറിഗോണിലെ ഒരു മതവിഭാഗം തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ ഉപയോഗിച്ചിരുന്നു. സാലഡ് ബാറുകളിൽ സാൽമണോല്ല കലർത്തിയപ്പോൾ സംഭവിച്ച ദുരന്തം. ഈ ആക്രമണം 750-ലധികം ആളുകളെ രോഗികളാക്കി. ഭക്ഷ്യ സംവിധാനങ്ങൾ എത്ര എളുപ്പത്തിൽ ചൂഷണം ചെയ്യാം എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഒരാക്രമണം. ഡെട്രോയിറ്റ് മെട്രോപൊളിറ്റ് വിമാനത്താവളത്തിലൂടെയാണ് ഫംഗസ് കടത്തിയത് എന്നിവർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. നേരത്തെ ലിയു ഇതേ രോഗാണുവിനെക്കുറിച്ച് ചൈനയിലെ ഒരു സർവകലാശാലയിൽ പഠനം നടത്തിയിരുന്നു. ഈ പഠനത്തിലാണ് ചൈനീസ് സർക്കാരിൽ നിന്ന് ജിയാന് ഫണ്ട് ലഭിച്ചത്. FBI ഡയറക്ടർ ക്യാഷ് പട്ടേൽ നേരിട്ട് ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നു. ചുരുക്കത്തിൽ, അമേരിക്കയ്ക്കെതിരെ ഒരു ജൈവായുധം പ്രയോഗിക്കാനുള്ള നീക്കമാണോ ചൈന നടത്തിയത്? ഈ സാഹചര്യം കൂടുതൽ അപകടകരമാണ്. ചൈനയുടെ മുഖ്യ ശത്രുക്കളിൽ മറ്റൊരു രാജ്യം ഇന്ത്യ തന്നെ. പാകിസ്ഥാനും ചൈനയുമൊക്കെ ഇന്ത്യയെ തളർത്താനുള്ള തന്ത്രങ്ങൾ ഓരോ ദിവസവും ആലോചിച്ചുറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് അമേരിക്കയ്ക്ക് നേരെ ചൈന ഒരു ജൈവായുധം പ്രയോഗിക്കാൻ ശ്രമിച്ചിരുന്നോ എന്ന് സംശയമുയരുന്നത്. ഈ സാഹചര്യം അത്യന്തം ഗൗരവത്തോടെ ഇന്ത്യ വീക്ഷിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.